ഹലോ, മംഗളൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും ആദ്യമായി ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ കഥ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുതിയ ഓരോ സ്റ്റൈലും കഥയുമായി ഞാൻ എല്ലാ ദിവസവും വരുന്നതാണ് കേട്ടോ. ഇന്ന് ഒരു മോൻ്റെ അമ്മയോടുള്ള ശക്തമായ കൊതിയെ പറ്റി പറയുന്ന കഥയായാലോ? ഇവിടെ എത്ര പേരുണ്ട് അമ്മയുടെ ഫാൻസ്? നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ വന്നേക്കണം കേട്ടോ. അമ്മയെ ഇഷ്ടമുള്ളവർ എന്തായാലും നമുക്കോരോ കമൻറ്റ് ഇട്ടേക്കണം. അപ്പോൾ കഥാനായകൻ്റെ പേര് അനൂപ് എന്നാണ്. നമുക്ക് തുടങ്ങാം. അനൂപ് ഏതാണ്ട് 2 വർഷം മുമ്പാ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു ജോലി അന്വേഷിച്ച് ഇറങ്ങുന്നു. അവനിപ്പോൾ ചെന്നൈയിലാണുള്ളത്. ഈ 24-ാം വയസ്സിലും കഷ്ടപ്പെട്ട് ജോലി നോക്കുന്നുണ്ട്. പാവം. എൻജിനീയറിംഗ് ഒക്കെ പാസ്സായെങ്കിലും വളരെ പരിതാപകരമാണ് നാട്ടിലെ ജോലി കിട്ടുന്ന അവസ്ഥ. ഇവിടെ ഇപ്പോൾ വലിയ ശമ്പളമൊന്നുമില്ല. എങ്കിലും കഷ്ടപ്പെട്ട് തട്ടിക്കൂട്ടി പോവാമെന്ന് മാത്രം. വല്ലപ്പോഴും വീട്ടിലേക്ക് പോന്നു. അച്ഛൻ്റെ അമ്മയുടെയും ഏക മകൻ. അച്ഛനും അമ്മയും വലിയ സ്നേഹത്തിലൊക്കെയാണ് ഈ കഴിഞ്ഞിടയ്ക്ക് വരെ. പക്ഷേ ഇപ്പോൾ വലിയ രസത്തിലല്ല. എന്ത് പറ്റി അവർക്കെന്നോർത്ത് അവനിടയ്ക്കിടയ്ക്ക് ടെൻഷൻ ആവാറുമുണ്ട്. അനൂപ് ദിവസവും അച്ഛൻ്റെയും അമ്മയുടെയും ഫോണിലേക്ക് വിളിച്ച് സംസാരിക്കും. അമ്മയാണ് അവൻ്റെ എല്ലാ സങ്കടങ്ങളും കേട്ടിരിക്കാറുള്ളത്. ഇപ്പോൾ നേരെ തിരിച്ചായിട്ടോ. അമ്മയ്ക്കാണ് ഓരോരോ സങ്കടങ്ങൾ. അമ്മ ഇങ്ങോട്ടേക്ക് ഈ സങ്കടം പറയുമ്പോൾ അവൻ കേട്ടിരിക്കും. അധികവും അച്ഛനുമായുള്ള വഴക്കിനെ പറ്റിയാ പറയുന്നത്. പണ്ടത്തെ പോലെ അല്ലാന്നും അച്ഛൻ ജോലിക്ക് പോകാതെ കള്ളുകുടിച്ച് നടക്കാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് ചെയ്യും എനിക്കറിയില്ല. ആകെപ്പാടെ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. നാട്ടിലായിരുന്നെങ്കിൽ ഇടപെട്ട് എങ്ങനെയെങ്കിലും തീർക്കായിരുന്നു. ഇതിപ്പോ ഇവിടെ നിന്നോണ്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അവനാകെ മനോവിഷമത്തിലായി പോയി കുറച്ചു നാൾ കൊണ്ട്. ഇടയ്ക്കിടയ്ക്ക് പാർട്ട് ടൈമായി അവിടെ കൂലിപ്പണിക്ക് വരെ പോയിരുന്നു. ഏതാണ്ട് വീട്ടിലെ അവസ്ഥ ഇപ്പോൾ അത്രയും മോശമാണ്. അച്ഛനാണെങ്കിലോ കള്ളുകൂടി മാത്രം. എവിടുന്ന് കിട്ടിയ ശീലമെന്ന് ചോദിച്ചാൽ അറിയില്ല. അമ്മ പാവം. അതിനാണെങ്കിലോ ജോലിക്കൊക്കെ പോയി അങ്ങനെ ശീലവുമില്ല. പണ്ട് തുടങ്ങി അമ്മ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാണ് ശീലിച്ചിട്ടുള്ളത്. അമ്മയെ ജോലിക്ക് വിടാൻ തീരെ താല്പര്യമില്ലായിരുന്നു അനൂപിന്. അവൻ ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ ഓർത്തു, ദൈവമേ പാവ അമ്മ. അമ്മയ്ക്ക് ഏതാണ്ട് 40 വയസ്സിനടുത്തുണ്ടെങ്കിലും അതിൽ കുറവേ തോന്നുള്ളൂ. ഇപ്പോഴും നല്ല സുന്ദരിയായിട്ടായിരിക്കുന്നു. അച്ഛനാണെങ്കിലോ ആകെ വയസ്സനായി. അമ്മയുടെ അച്ഛനെ പോലെ തോന്നും. രണ്ടാളും ഒന്നിച്ചു നിൽക്കുന്ന കണ്ടാൽ. അനൂപും അമ്മയും കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ ചേച്ചിയാണ് അനിയനാണ് എന്നേ പറയൂ. അനൂപിന്റെ അമ്മയുടെ പേര് ആതിര എന്നാണ് കേട്ടോ. അമ്മ അതിസുന്ദരിയാണ്. അമ്മയുടെ ആ സൗന്ദര്യത്തിന്റെ പകുതിയാ അവന് കിട്ടിയിരിക്കുന്നത്. പകുതി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അമ്മയുടെ ആ ഭംഗിയുടെ 4 ഇരട്ടില്ല അവൻ. ഈ മൊഞ്ചത്തിയെ കണ്ട് സ്നേഹിച്ചാണ് അച്ഛനെന്ന് കല്യാണം കഴിച്ചേ. പക്ഷെ എന്ത് കാര്യം, കുറച്ചു കാലം കൊണ്ട് തന്നെ അച്ഛനോടൊപ്പമുള്ള ജീവിതം അമ്മയ്ക്ക് മടുത്തു. വേറൊന്നുമല്ല, അച്ഛൻ്റെ ചീത്ത കൂട്ടുകെട്ടും അമ്മായി അമ്മയുടെ അസുഖകരമല്ലാത്ത ഇടപെടലൊക്കെയായി അമ്മയ്ക്ക് ജീവിതം കുറച്ച് സങ്കടം നൽകുന്നതായിരുന്നു. അന്നേരമാണ് താൻ ജനിക്കുന്നേ. ഞാൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴും അച്ഛൻ ഇങ്ങനെയൊക്കെ തന്നെ. വലിയ മാറ്റമൊന്നുമില്ല. വല്ലപ്പോഴും വീട്ടിലെ വിരുന്നുകാരനെ പോലെ വന്നു പോവും എന്നല്ലാതെ അമ്മയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് വളരെ കുറവാണ്. ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ അമ്മ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയവിറക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ ഈ കഥ പറച്ചിലൊക്കെ കേട്ട് അവൻ അല്പസമയം നോക്കി ഇങ്ങനെ ഇരുന്നു. 4-5 മുടികൾ നരച്ചിട്ടുണ്ടെന്നല്ലാതെ പ്രായമായെന്നതിന് അമ്മയ്ക്ക് മുഖത്തൊന്നും ഒരു അടയാളം പോലും ഇല്ല. ഒട്ടും മുടയാത്ത ശരീരം. അത് പിന്നെ കണ്ടാൽ അറിയില്ലേ രണ്ടാളുടെയും അവസ്ഥ. അച്ഛനാണെങ്കിൽ അമ്മയെ വേണ്ട രീതിയിലൊന്നും കൈകാര്യം ചെയ്തിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ ആർക്കായാലും അത് മനസ്സിലാവും. അല്ലെങ്കിലും ഈ പ്രായത്തിൽ ഒരു തരിമ്പ് പോലും മുടയാതെ അമ്മ ഇങ്ങനെ ജിൽജിലായിട്ട് നിൽക്കുമായിരുന്നോ? അമ്മയ്ക്ക് അതിൻ്റെയൊക്കെ നല്ല കുറവുണ്ടെന്ന് അമ്മയുടെ ചില ചേഷ്ടകളും ആഗ്രഹങ്ങളും കാണുമ്പോൾ അറിയാൻ പറ്റും. ഇത്തവണ അനൂപിൻ്റെ അടുത്ത് വല്ലാത്തൊരവസ്ഥയിലാണ് അമ്മ സമാധാനിച്ചത്. മോനെ, എനിക്ക് ഭയങ്കര നാളായിട്ട് ഒരാഗ്രഹം. നീ എങ്ങനെയും അത് സാധിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം.
ഒരു ഡോക്ടറെ പോയി കാണണം എനിക്ക്. എന്താ അമ്മേ, കാര്യം പറയൂ. കഴിഞ്ഞ ദിവസം ഞാനൊരു ജ്യോത്സ്യനെ കണ്ടിരുന്നു. അതെയോ? എന്നിട്ടോ? എന്നിട്ടെന്താ? നിന്റെ അച്ഛന് എന്തോ മാരകമായിട്ടുള്ള പ്രശ്നം വരാൻ പോകുന്നു, ജീവഹാനി വരെ സംഭവിക്കാം എന്നൊക്കെയോ പറയുന്നേ. അയ്യോ, അനൂപിനാകെ ടെൻഷനായി. മറ്റൊന്നുമല്ല, അച്ഛൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായി എൻ്റെ അമ്മ അനാഥയായി പോവില്ലേ എന്നുള്ളൊരു ടെൻഷനായിരുന്നു അവന്. പിന്നീട് ജീവിതകാലം മുഴുവൻ വിധവയായി കഴിയേണ്ടി വരും. അതിന് പരിഹാരമൊന്നുമില്ലേ അമ്മേ? എന്തെങ്കിലും ക്രിയകളൊന്നും ഇല്ലാതിരിക്കില്ലല്ലോ. അത് കേട്ടപ്പോഴേക്കും അമ്മ പറഞ്ഞു, അതിനുണ്ട്. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അച്ഛനും നമ്മുടെ കുടുംബവും അഭിവൃദ്ധി പ്രാപിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതെയോ? എന്താണത്? ഏത് അമ്പലത്തിലാ പോവണ്ടേ? എന്ത് നേർച്ച കാഴ്ച വേണമെങ്കിലും ചെയ്യാം. ശമ്പളം കുറവാണെങ്കിലും അത്യാവശ്യം സേവിങ്സ് എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് നമുക്ക് പൂജകളൊക്കെ നടത്താം. അമ്മ വിഷമിക്കണ്ട കേട്ടോ. അപ്പോഴേക്കും അമ്മ അവനെ നോക്കി വിഷണ്ണയായി പറഞ്ഞു, അമ്മയ്ക്ക് അതിൽ വിഷമമൊന്നും ഉണ്ടായിട്ടല്ല മോനെ. അദ്ദേഹം പറഞ്ഞ ആ പരിഹാരക്രിയ അല്പം വിചിത്രമാണ്. അമ്മ തെളിച്ചു പറയുന്നുണ്ടോ? അനൂപ് ആകെ അസ്വസ്ഥനായി. അതോ, അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു കുഞ്ഞിനെ കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ജന്മത്തോടെ നമ്മുടെ ദോഷമെല്ലാം മാറുമെന്നാണ്. അവൻ അന്തിച്ചുപോയി. അമ്മേ, എനിക്കിപ്പോൾ 24 വയസ്സുണ്ട്. ഇനിയൊരു കുഞ്ഞിനെ കൂടി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഈ പ്രായത്തിൽ അത് റിസ്ക് അല്ലേ? അത് മാത്രല്ല, അച്ഛനോട് ഏത് രീതിയിൽ ഇത് പറഞ്ഞ് അവതരിപ്പിക്കും? ഈ ജ്യോത്സ്യത്തിലൊക്കെ അച്ഛന് വിശ്വാസമുണ്ടോ? വേറെ പണിയില്ലേന്ന് ചോദിക്കും. അത് മാത്രല്ല, അച്ഛൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിനെ കിട്ടുമോ നിങ്ങൾക്ക് രണ്ടാൾക്കും? അവന്റെ ഓരോ സംസാരവും അമ്മയും ആകെ ആകുലപ്പെടുത്തി. ഇനി എന്തു ചെയ്യും? എനിക്ക് വയ്യടാ. നിന്റെ അച്ഛന്റെ ജീവിതമാ. ഈ ജീവൻ വെച്ച് നമുക്ക് കളിക്കാൻ പറ്റില്ല. എന്റെ മോൻ പറ്റുന്ന രീതിയിലെങ്കിലും എന്തെങ്കിലും പരിഹാരം കാണാൻ ശ്രമിക്കണം. നമുക്ക് അച്ഛനെ കൊണ്ട് നല്ല രീതിയിൽ നിർബന്ധിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാം. ട്രീറ്റ്മെന്റ് കൊണ്ട് ഫലമില്ലാതിരിക്കില്ലല്ലോ. അധികം വൈകാതെ തന്നെ കുഞ്ഞുണ്ടാകുന്നതോ അത്രയും നല്ലത്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അയ്യോ, ഇതിപ്പോ ആകെ ഗുലുമാലായല്ലോ. എന്ത് ചെയ്യും അമ്മേ? എനിക്ക് നോക്കിയിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവൻ പറഞ്ഞു നിർത്തി. അപ്പോഴേക്കും അമ്മയും ആലോചനയിലായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോ രണ്ടുപേർക്കും ഒരു ഐഡിയ തോന്നി. ഒരു കാര്യം ചെയ്യാം, അമ്മയുടെ ഒപ്പം ഞാനും ജ്യോത്സ്യനെ കാണാൻ വരാം. നമുക്ക് അദ്ദേഹത്തോട് വിശദമായി സംസാരിക്കാം. മറ്റേതെങ്കിലും രീതിയിൽ ഇതിന് പരിഹാരമുണ്ടോ എന്ന്. അതിനുശേഷം ഇല്ല എന്നുമാണെങ്കിൽ മാത്രം അച്ഛനെ നിർബന്ധിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാം. ഏതായാലും എനിക്കും ഉള്ളിനും കീടില്ലാത്ത രീതിയിൽ നടത്തണം. പിന്നെ നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്നോർത്ത് അമ്മയ്ക്ക് പേടിയുണ്ടോ? അപ്പോഴേക്കും ആതിര ഇല്ലെന്ന് തലയാട്ടി. നാട്ടുകാർ അതും ഇതുമൊക്കെ പറയും. എനിക്കെൻ്റെ അച്ഛനും അമ്മയ്ക്ക് അമ്മയുടെ ഭർത്താവും ഒരേപോലെ വലുതാണ് അല്ലേ? അപ്പോൾ നമുക്ക് അതൊന്നും കാര്യാക്കണ്ട. ശരി. അന്ന് അല്പം ടെൻഷനിലാണ് അനൂപ് കിടന്നുറങ്ങിയത്. അതിനിടയിൽ തനിക്ക് ചായയും ഭക്ഷണവും ഒക്കെ വരുന്ന അമ്മയുടെ സൗന്ദര്യം അവൻ ആസ്വദിക്കാതെയും ഇരുന്നില്ല. കുറച്ചു നാൾ കൊണ്ട് അമ്മ അങ്ങ് തൊടുത്തുപോയി. ആകെ ക്ഷീണിച്ച അവശയായിരുന്നെങ്കിലും എനിക്ക് ജോലി കിട്ടിയതോടെ നല്ല പുരോഗമനമുണ്ട് വീട്ടിലെ അവസ്ഥയ്ക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ സമ്പാദ്യത്തിന്റെ വലിയൊരു പങ്കും വീട്ടിലേക്കാണ് അവൻ അയക്കുന്നത്. അമ്മ അതുകൊണ്ട് നന്നായി തന്നെ ജീവിക്കുന്നുമുണ്ട്. അത്യാവശ്യം നീറ്റായിട്ടുള്ള ഡ്രസ്സിങ്ങും. അമ്മയുടെ ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയതുപോലെ ഒരു 4-5 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു. നല്ല സുന്ദരിയായിട്ടുണ്ട്. ആ നീളൻ മുഖം വട്ടമുഖവുമാണ് അമ്മയുടെ ഹൈലൈറ്റ്. എപ്പോഴും ഒരു ചുവന്ന പൊട്ട് നെറ്റിയിലുണ്ടാവും. നാടൻ സ്റ്റൈലിലുള്ള മുടികെട്ടൽ. പിന്നീട് കമ്മലൊക്കെ ഇട്ട് ആഭരണങ്ങളൊക്കെ ഇട്ട് ഒരുങ്ങി നടക്കാനാണ് ഇഷ്ടം. പലതും സ്വർണ്ണമല്ലെങ്കിലും മുത്തിന്റെയും കല്ലിന്റെയും ഡിസൈൻ ഉള്ളതൊക്കെ അമ്മയ്ക്ക് നന്നായി ചേരും. അധികവും സാരി തന്നെ ഉടുക്കാറ്. ചുരിദാറ് തീരെ താല്പര്യമില്ല. അത് മാത്രല്ല, അമ്മയെ സാരിയിൽ കാണുന്നതാ എനിക്കും ഇഷ്ടം. പണ്ടൊക്കെ സ്കൂളിൽ PTA മീറ്റിങ്ങിന് അമ്മ ചുരിദാറിട്ട് വരുമ്പോൾ അന്നത്തെ ദിവസം അടിയുണ്ടാക്കുമായിരുന്നു വീട്ടിൽ. അമ്മ എന്താ സാരി ഉടുക്കാഞ്ഞ് എന്ന് ചോദിച്ചുകൊണ്ട്. പഴയ കാര്യങ്ങൾ ഓർത്ത് അവൻ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം അമ്മ കണ്ടിരുന്ന ആ ജ്യോത്സ്യനെ കാണാൻ രണ്ടാളും രാവിലെ പുറപ്പെട്ടു. എന്തൊക്കെയാണ് സ്വാമി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ അമ്മയ്ക്ക് ഒരിക്കൽ കൂടി പ്രസവിക്കാനുള്ള ആ കാര്യം നടക്കുമോ? അമ്മയുടെ ആരോഗ്യസ്ഥിതിയും അച്ഛൻ്റെ ഇപ്പോഴത്തെ ആ കഴിവുമൊക്കെ ഒന്ന് നോക്കണ്ടേ? ഇതൊക്കെ നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്, ദൈവത്തിൻ്റെയും കൂടെ കാര്യമല്ലേ?
അപ്പോഴേക്കും സ്വാമി ഇടപെട്ടു. അച്ഛൻ്റെ കാര്യം എനിക്ക് മനസ്സിലാവും മോനെ. ഈ പ്രായത്തിൽ അത് മാത്രമല്ല, കള്ളു കുടിച്ച് ആകെ ആരോഗ്യമില്ലാതെ നടക്കുന്ന അദ്ദേഹത്തിന് ഒരു കുഞ്ഞിനെ ജന്മം നൽകുക എന്നുള്ളത് കുറച്ച് ദുഃഖകരമായ കാര്യം മാത്രമാണ്. പക്ഷേ നിനക്കറിയാമോ, നിന്റെ അമ്മയുടെ നാള് രേവതിയാണ്. ഈ രേവതി നാളുകാരി വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം വരും എന്ന് മാത്രമേ ഞാൻ എൻ്റെ ഈ നോട്ടത്തിൽ കണ്ടിട്ടുള്ളൂ. അതിന് അയാളുടെ കുഞ്ഞു തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അമ്മ ആകെ പരിഭ്രമത്തോടെ എന്നെ നോക്കി. അനൂപിനും ആകെ ടെൻഷനായി. മനസ്സിലായില്ല സ്വാമി എന്താ പറഞ്ഞു വരുന്നത്. അനൂപിനെയും അമ്മയെയും മാറി മാറി നോക്കിക്കൊണ്ട് സ്വാമി പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കാൻ അത്രയും ക്ഷമയുള്ള കാര്യമാണെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞു തരാം. സ്വാമി പറഞ്ഞോളൂ. എന്താണെങ്കിലും ഞാനും മോനും കേൾക്കാൻ തയ്യാറാണ്. ഞങ്ങൾ എന്ത് പ്രതിവിധിക്കും തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മ പറയുമ്പോഴേക്കും അദ്ദേഹം തുടങ്ങി. അതോ, ആ വീട്ടിൽ രേവതി നക്ഷത്രക്കാരിയായിട്ടുള്ളത് ഇപ്പോൾ താങ്കളാണ്. നിങ്ങൾക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകണമെങ്കിൽ എന്തായാലും ആരോഗ്യമുള്ളൊരു പുരുഷന് വേണം. അത് നിർബന്ധമാണ്. അത് തീർച്ചയായും നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ രക്തത്തിലെ ഒരു കുഞ്ഞ്, അതിനിപ്പോൾ നിങ്ങളുടെ ഭർത്താവ് തന്നെ അതിനിടപെടണമെന്നില്ലല്ലോ. പ്രായപൂർത്തിയായ ഒരു മകനും കൂടി ഇല്ലേ നിങ്ങൾക്ക്? സ്വാമി ഇത് പറയുമ്പോഴേക്കും അമ്മ ചാടി എഴുന്നേറ്റ് പോയിരുന്നു. ദേഷ്യം കൊണ്ട് ആകെ വിറച്ചുപോയി ആ സ്ത്രീ. അനൂപിന്റെ അവസ്ഥയിൽ വ്യത്യസ്തമല്ലായിരുന്നു. സ്വന്തം അമ്മയുടെ മുന്നിലെത്തി അദ്ദേഹം അഭിമാനിക്കുന്നത് പോലെ തോന്നി അനൂപിന്. അയാൾ ആകെ അവരെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു, അവിടെ ഇരിക്കൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മതി. ഞാൻ എൻ്റെ അഭിപ്രായമാ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്നും ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രവർത്തിച്ചാലും ഈ ഉപകാരം ഉണ്ടാകുമെന്നും പറഞ്ഞു തന്നു പോയത് എന്റെ തെറ്റല്ലല്ലോ. ഞാൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കണ്ട കാര്യം തുറന്നങ്ങ് പറഞ്ഞെന്ന് മാത്രം. നിങ്ങൾക്ക് വയ്യെങ്കിൽ വേണ്ട. ഇത് എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. നിങ്ങളുടെ അച്ഛനെയും സ്ത്രീയെ നിങ്ങളുടെ ഭർത്താവിനെയും മാത്രം ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് വിട്ടേക്കുക. ശക്തമായി പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് ഒന്നും വരാതെ ആയുസോടെ ഇരിക്കാൻ. അപ്പോൾ ശരി, നിങ്ങളെന്നാൽ ഇറങ്ങിക്കൊള്ളൂ, ഇനി വൈകണ്ട. ഇതും പറഞ്ഞ് അദ്ദേഹം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്ത് അകത്തേക്ക് പോയി. അവസാനം പറഞ്ഞ ആ വർത്താനത്തിൽ അമ്മയും മോനും ഒരുപോലെ ടെൻഷൻ അടിച്ചു പോയി. ഈശ്വര, ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഓവർ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. എന്ത് ചെയ്യാനും തയ്യാറായിട്ടാണ് തങ്ങൾ വന്നതെന്ന് അദ്ദേഹത്തിന് ചിലപ്പോൾ തോന്നിയത് കൊണ്ടാവും ആ തുറന്നു പറച്ചിൽ നടന്നത്. ഏതായാലും ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് അറിഞ്ഞതിൽ സമാധാനം. ഇത് നടക്കില്ല, അസാധ്യമാണെന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. ഇതിപ്പോ ഇങ്ങനൊരു വഴിയുണ്ടല്ലോ. അമ്മ മനസ്സിലോർത്തു. വല്ലാത്ത ടെൻഷനിലായിരുന്നു അനൂപ് ആ സമയം. അടുത്തേക്ക് വന്നുകൊണ്ട് വിറയ്ക്കുന്ന കൈകളോടെ അവൾ അനൂപിന്റെ തോളിൽ തൊട്ടു. മോനെ, അദ്ദേഹം പറഞ്ഞത് കേട്ടോ, നിന്റെ അച്ഛന്റെ ആയുസ് ഇനി നിന്റെ കൈകളില. നീ തീരുമാനിക്കുന്നത് പോലെ ഇരിക്കും എല്ലാം. അമ്മയ്ക്കൊന്നും ഇനി പറയാനില്ലടാ. അപ്പോഴേക്കും അനൂപ് ഞെട്ടിപ്പോയിരുന്നു. അമ്മ എന്താ പറഞ്ഞു വരുന്നേ? അയാൾ പറഞ്ഞതുപോലെ ചെയ്യാനോ? അത് അച്ഛനെങ്ങാനും അറിഞ്ഞാൽ? അല്ലെങ്കിലും അമ്മയ്ക്ക് എങ്ങനെ സാധിക്കും? ഞാൻ അമ്മയുടെ മോനല്ലേ. എനിക്കെങ്ങനെ പറ്റും അമ്മേ? എൻ്റെ അമ്മയെ എനിക്ക് അങ്ങനെ കാണാൻ പോലും പറ്റില്ല. അപ്പോഴേക്കും അമ്മയുടെ സംസാരത്തിന്റെ രീതിയും മാറിയിരുന്നു. എടാ, എനിക്ക് താല്പര്യമുണ്ടായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ടോ അല്ല മോനെ. നിന്റെ അച്ഛൻ്റെ ആയുസ് എന്നെ വിധവയാക്കല്ലേടാ. അത് മാത്രമേ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. അമ്മ അവനോട് കെഞ്ചുന്ന പോലെ സംസാരിച്ചു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. മനസ്സലിഞ്ഞു പോയിരുന്നു അനൂപിന്റെ. ഏതോ ഒരു നിമിഷത്തിലെങ്കിലും താൻ അമ്മയെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്, സ്വന്തമാക്കാനും അമ്മയിലൂടെ സുഖം നേടാനുമൊക്കെ. പക്ഷേ ദൈവമായിട്ട് ഇങ്ങനൊരു അവസരം തരുമെന്ന് വിചാരിച്ചില്ല. എങ്കിലും ഇതിപ്പോൾ ഒരു അവസരമായി അവൻ എടുക്കാനും തോന്നുന്നില്ല. മനസ്സിലൊരു കല്ലെടുത്ത് വെച്ച പോലെ വല്ലാത്ത മാനസിക ബുദ്ധിമുട്ട്. അമ്മയൊന്ന് അടങ്ങും. എനിക്ക് ഏതായാലും ഉടനെ തീരുമാനം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കുറച്ചധികം സമയമെടുത്ത് ആലോചിച്ചതിന് ശേഷം മാത്രമേ പറയാനുള്ളൂ. നമുക്ക് വീട്ടിലേക്ക് പോകാം. ഒരു നിമിഷം എനിക്ക് സ്വാമിയെ ഒന്നുകൂടെ കാണണം. അമ്മ ഇത് പറഞ്ഞ് അയാളുടെ അകത്തേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞ് സന്തോഷത്തോടെയാണ് തിരിച്ചു വന്നത്. രണ്ടാളും വീട്ടിലെത്തുമ്പോഴേക്കും അമ്മയോട് അവൻ ചോദിച്ചിരുന്നു, എന്താണ് സ്വാമിയുടെ അടുത്ത് രണ്ടാമത് പറയാൻ പോയത്? നല്ല തെളിച്ചത്തോടെയാണല്ലോ തിരിച്ചു വന്നേ. അതൊന്നുമില്ലടാ, ഞാൻ എത്ര കാലത്തിനുള്ളിൽ ഇത് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പോയതാ. അവരൊരു കള്ളത്തരം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ
അതിനൊന്നും ആയിരുന്നില്ല അവരുടെ അകത്തേക്ക് പോയത്. സ്വാമി, എന്ത് ചെയ്തിട്ടും മോൻ വഴങ്ങുന്നില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഭർത്താവിനെ കൊലയ്ക്ക് കൊടുക്കുന്നത് പോലെ ആവില്ലേ അത്? അയാൾ ചിരിച്ചു. അതെ, എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മകനേക്കാൾ ഉപരി അവൻ ഇന്നൊരു പുരുഷനാണ്. പ്രായപൂർത്തിയായ ചോരയും നീരുമുള്ള പുരുഷൻ. ഒരു പെണ്ണായ നിനക്ക് അവൻ്റെ മനസ്സിളക്കാൻ പറ്റില്ലേ? അമ്മയാണെങ്കിലും നീ വിചാരിച്ചാൽ അവനൊന്ന് മനസ്സ് ചാഞ്ചാടമാകുന്ന അവസ്ഥയിൽ വരെ എത്തും. പിന്നീട് കാര്യങ്ങൾ എളുപ്പമാണ്. അവൻ അച്ഛന് വേണ്ടിയെന്നുള്ള ചിന്ത പോലും മറന്ന് നിനക്ക് വേണ്ടി മാത്രമായി ചിലപ്പോൾ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി തന്നിരിക്കും. നീ അവനെ സ്നേഹത്തോടെ വളച്ചെടുക്കാൻ നോക്ക് എങ്ങനെയെങ്കിലും. ഇനിയിപ്പോൾ അവൻ്റെ എതിർപ്പിനെ മറികടക്കാൻ അവൻ്റെ മനസ്സിളക്കുക മാത്രമേ കാര്യമുള്ളൂ. ഈ 10-40 വയസ്സുള്ള നിനക്ക് ഞാനത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? അതുമാത്രമല്ല, ഏതൊരു പുരുഷനെയും പ്രത്യേകിച്ച് ചെറുപ്പക്കാരെയൊക്കെ ഇളക്കാനും പാകത്തിനുള്ളത് എല്ലാം നിന്റെ ശരീരത്തിലുണ്ട്. അതീവ സുന്ദരിയല്ലേ ഈ പ്രായത്തിലും? സ്വാമി എന്നവരെ ചോഴി നോക്കിയാണ് പറഞ്ഞത്. അമ്മ അതിൽ കേട്ടൊന്ന് പോത്ത് തളർത്തുപോയി. അതെയോ? എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. ഇന്നു മുതൽ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാം. ഇങ്ങനെ വിചാരിച്ചാണ് അമ്മ പുറത്തേക്ക് ചിരിച്ചുകൊണ്ടിറങ്ങിയത്. ഇതൊന്നും അറിയാതെ അമ്മയുമായി ഡ്രൈവ് ചെയ്ത് അനൂപ് വീട്ടിലെത്തി. മോനെ, നിന്റെ ഒപ്പം ചെന്നൈക്ക് ഞാൻ വരാം. അല്ലെങ്കിൽ കുറച്ചുനാള് ലീവ് എടുത്ത് നീ ഇവിടെ നിൽക്ക്. എനിക്കിനി ഏതായാലും ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യ. ഇതൊക്കെ കേട്ടിട്ടാകെ പേടിയാവുന്നു. ശരി ശരി, ഞാൻ കുറച്ചുനാൾ വർക്ക് ഫ്രം ഹോം എടുക്കാം. ഏതായാലും ഇവിടെ നിന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാമല്ലോ. അതായിരുന്നു അനൂപിന്റെയും തീരുമാനം. എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് അമ്മ പറഞ്ഞു. കുറച്ചു സമയത്തേക്ക് അവൻ അമ്മയെ തന്നെ നോക്കിയിരുന്നു. പാവം, ഈ അവസ്ഥയിലും അമ്മ എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. അമ്മയുടെ മോനായ എന്നോട് വേണ്ടാത്ത രീതിയിൽ പെരുമാറാൻ അമ്മ ആവശ്യപ്പെട്ടു. അതും ഗതികേട് കൊണ്ടല്ലേ? ഏതൊരു സ്ത്രീയാണ് ഈ അവസ്ഥയ്ക്ക് സഹിക്കുക? എങ്കിലും സ്വന്തം ഭർത്താവിന് വേണ്ടി എന്തൊക്കെ ത്യാഗം സഹിക്കാൻ അമ്മ തയ്യാറായി. അവന് തൻ്റെ സുന്ദരി അമ്മയോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും തോന്നിയ നിമിഷമായിരുന്നു അത്. ആതിര പിറ്റേ ദിവസം മുതൽ മോൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും തൻ്റെ ആ സാമീപ്യം പിടിച്ചു പറ്റാനുള്ള ശ്രമത്തിലായിരുന്നു. മിക്സി ഓഫാക്കി പഴയ ആട്ടുകല്ലിൽ ഇപ്പോൾ ഉഴുന്നൊക്കെ അരയ്ക്കാൻ തുടങ്ങി. പഴയ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ കുട്ടിപ്പാവാടയും ചെറിയ ബ്ലൗസും ഒക്കെ ധരിച്ചിട്ടുള്ള ആ നിലത്ത് ചമ്മറം പടഞ്ഞിരുന്നുള്ള മാവാട്ടലും പോരാതെ ആ വെള്ളം കോരൽ, അങ്ങനെ പല പല കാര്യങ്ങൾ അവൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ സീൻ പിടിക്കാൻ ഉതകുന്ന രീതിയിലുള്ളതായിരുന്നു. അവരാവട്ടെ അമ്മയെ കാണാൻ കിട്ടുന്ന എല്ലാ അവസരത്തിലും അവൻ കൊതിയോടെ നോക്കി. എന്തൊരു സുന്ദരിയാ! ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മനസ്സ് ചാഞ്ചാടുന്നത് അവൻ അറിഞ്ഞു. അമ്മ നല്ല രീതിയിൽ തൻ്റെ മനസ്സിളക്കാനാണ് ഈ പ്രദർശിപ്പിക്കുന്നതെന്നും അവൻ അറിയില്ലെങ്കിൽ പോലും അറിയാതെ അവൻ്റെ മനസ്സിൽ അമ്മയെ പറ്റിയുള്ള ഓർമ്മകൾ ചോരോട്ടം ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. അനൂപിന് ഇനിയും സഹിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലെത്തിയത് അന്ന് രാത്രിയായിരുന്നു. അമ്പലത്തിൽ പോവാനായി സമീപത്തുള്ള കുളത്തിൽ പോയി കുളിക്കണമെന്ന് അമ്മ വാശി പിടിച്ചു. ആ മോനെ, എൻ്റെ കൂടെ വാ പ്ലീസ്. നിർബന്ധിച്ച് അമ്മ അടുത്തുള്ള കുളക്കടവിൽ അവനെ കൊണ്ടുപോയി. ഏതാണ്ട് ഇരുട്ടിയ സമയം. അവിടെ ആരുമില്ല. അമ്മ ഒരു 1.5 നീരാട്ട് തന്നെ നടത്തി ആ കുളത്തിൽ. അതും ഒരു കച്ചമാത്രം കെട്ടിക്കൊണ്ട്. ആ വെള്ള നിറത്തിലെ ആ തുണിയിലൂടെ അവൻ എല്ലാ കാഴ്ചയും വ്യക്തമായി കാണാം. അമ്മയുടെ അഴകളവുകൾ അവൻ അല്പസമയം അവിടെ നോക്കി നിന്നെടുത്തു. വല്ലാത്ത അവസ്ഥയിലായിപ്പോയിരുന്നു അനൂപ് അന്ന്. അതുമാത്രമല്ല, ആദ്യമായിട്ട് അമ്മയെ ഓർത്ത് തൻ്റെ ആ പൗരുഷത്തിനെ ചൂടുപിടിക്കുന്നതും ചോരയോട്ടം ബാധിക്കുന്നതും അവൻ അറിഞ്ഞു. ഒരു നിമിഷം കൂടെ ഇവിടെ ഇരുന്നു പോയാൽ താൻ അമ്മയെ ഓർത്ത് എന്തെങ്കിലും ചെയ്തു പോകും എന്ന് വിചാരിച്ച് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് കടന്നു. ശരിക്കും പറഞ്ഞാൽ ആതിരയ്ക്ക് ചിരിയാണ് വന്നത്. തൻ്റെ ഈ നൈസായിട്ടുള്ള ട്രിക്കൊക്കെ ഏറ്റു തുടങ്ങി എന്നവൾക്ക് മനസ്സിലായി. പിന്നീട് കുളത്തിൽ നിന്ന് കുളി കഴിഞ്ഞ് കരയിലേക്ക് കയറുമ്പോഴുള്ള ആ അമ്മയുടെ അവസ്ഥ അവനാകെ അമ്പരന്ന് നിന്നു. ഒരു ചമ്മലും നാണവും ഇല്ലാതെയാണ് അമ്മ തൻ്റെ മുന്നിൽ ഇങ്ങനെ ഓരോന്ന് പ്രദർശിപ്പിക്കുന്നത്. ആ കച്ച ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ, അതുപോലെ ദേഹത്തേക്ക് പറ്റിച്ചേർന്നാണ് അത് കിടക്കുന്നത്. പോരാത്തതിന് ആകെ നനഞ്ഞ് മുടിയൊക്കെ ഇങ്ങനെ വെള്ളമിറ്റി കിടക്കുന്ന പരുവം. പറയാനുണ്ടോ? അമ്മയെന്ന് ആ പരുവത്തിൽ അവനോട് വീട്ടിലേക്ക് പോവാണ്. ഇടവഴിയിലൂടെ അവിടെയൊന്നും ആരുമില്ല. കൂറ്റാക്കൊരിരുട്ട്. ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് മാത്രമുണ്ട്. അതിനിടയിൽ അമ്മ മുന്നിലേക്ക് നോക്കി നടന്നു. നീ ഇങ്ങോട്ടേക്ക് പുറകെ വന്നാൽ മതി, ഞാൻ മുൻപിൽ നടക്കാം.
അപ്പോഴേക്കും അവൻ ഫ്ലാഷിന്റെ ഫോണ് കുറച്ച് പൊക്കി പിടിച്ച് തന്നെ അടിച്ചു. അമ്മയുടെ ആ പിന്നാമ്പുറത്തെ കാഴ്ചയും ആ തുണി മടങ്ങി അകത്തേക്കിരിക്കുന്ന അവസ്ഥയും ഒക്കെ കണ്ടപ്പോൾ സകലമാന കൺട്രോളും വിട്ട് അവൻ ആകെ നിയന്ത്രിച്ചാണ് വീട്ടിലേക്ക് എത്തിയത്. അല്പസമയം മുറിയിൽ കയറി കഥകടച്ചിരുന്നു. ആ കിതപ്പ് നടക്കി. വേണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, അതൊക്കെ മോശമാണ് എന്ന് മനസ്സിൽ പറഞ്ഞവൻ പഠിപ്പിച്ചുവെങ്കിലും കഥക് തുറക്കുമ്പോൾ അതാ ഹാളിൽ നിന്ന് അമ്മ സാരി ചുറ്റുന്നു. അതും അരയ്ക്ക് മുകളിലേക്ക് അർദ്ധനഗ്നയായിട്ടു. സകല കൺട്രോളും പോയി നിൽക്കുന്ന തൻ്റെ മോനും അവൻ്റെ കൂടാരവും കണ്ടപ്പോഴേക്കും അമ്മ വശ്യമായെന്ന് ചിരിച്ചു. അമ്മയുടെ സൂത്രമൊക്കെ ഏറ്റു തുടങ്ങിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ആതിര ഉണ്ടായത്. അടുത്തേക്ക് വരുന്ന മാത്രയിൽ അവൻ അമ്മയെ വാരി പുണർന്നിരുന്നു. അവരാഗ്രഹിച്ച സമയവും അത് തന്നെ. സ്വന്തം ബെഡ്റൂമിലേക്ക് അമ്മയുമായി അവനൊരു മടിയുമില്ലാതെ പോയി. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ മനസ്സിൻ്റെ കൺട്രോളേ പോയിരുന്നു. ഒരു മടിയുമില്ലാതെ അമ്മയിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആവേശത്തോടെ രണ്ടുപേരും എല്ലാം പങ്കുവെച്ചു. ഒടുവിൽ ആ അവസാന നിമിഷം അവൻ പിൻവലിയാൻ പോയപ്പോൾ അമ്മ സമ്മതിച്ചില്ല. മോനെ, എനിക്ക് മുഴുവനും വേണം. നിന്റെ അച്ഛന് വേണ്ടി നമുക്കൊരു കുഞ്ഞാവ് വേണ്ടടാ. എൻ്റെ മോൻ സമ്മതിക്കടാ. അമ്മയുടെ പൊന്നല്ലേ. ആ അമ്മയുടെ ആ സമയത്തുള്ള വികാരം തള്ളിച്ചെയ്യും. അതുമാത്രമല്ല, ഈ ദയനീയമായിട്ടുള്ള റിക്വസ്റ്റും ഒക്കെ ആയപ്പോൾ അവന് പിൻവലിക്കാൻ തോന്നിയില്ല. അവൻ്റെ അവസാനത്തുള്ള നീരും അവൻ അമ്മയ്ക്ക് വേണ്ടി പൊഴിച്ചു. രണ്ടുപേരും ഒടുവിൽ കഷ്ടപ്പെട്ട് കിടപ്പടക്കി ചരിഞ്ഞു കിടക്കുമ്പോഴും അവന് മതിയായിട്ടില്ലായിരുന്നു. തൻ്റെ അമ്മയുടെ സൗന്ദര്യം നുകർന്നിട്ട് ഇത്ര ഭംഗിയോ? താനിപ്പോൾ ഇത്രയും കാലം കാണാതെ അമ്മ മറച്ചു വെച്ചിരുന്നതൊക്കെ ഇത്രയും ഭംഗിയുള്ള കാഴ്ചകളായിരുന്നല്ലേ. ഇതൊക്കെ അനുഭവിക്കാൻ എന്ത് പറ്റി ദൈവമേ, ഞാൻ വൈകിപ്പോകാൻ എന്ന് ഓർത്തുപോയപ്പോൾ അനൂപ് വീണ്ടും വീണ്ടും അമ്മയിലേക്ക് അവൻ കൂടുതൽ ആവേശത്തോടെ പടർന്നു കയറി. ഇത്തവണ ഒരു കുഞ്ഞിനെ വേണമെന്നുള്ള ചിന്ത മാത്രമല്ല, തൻ്റെ മകന്റെ കൈക്കരുത്ത് ഒരിക്കൽ അറിഞ്ഞതിൽ പിന്നെ അവനോടുള്ള ആസക്തിയും പൂർണ്ണമായും കയറിയിരുന്നു. നമ്മുടെ ആദരിക്കും അവൻ്റെ ആ ആസക്തിയിലേക്ക് അവൾ ലയിച്ചു കയറി. രണ്ടുപേരും പരസ്പരം സർവം മറന്ന് കെട്ടിപ്പുണർന്നു. അമ്മയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ കൊടുക്കുക ഏത് മകന് കിട്ടുന്ന ഭാഗ്യമാണത്. സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് മനസ്സിൽ വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോൾ വല്ലാത്ത രക്തയോട്ടമായിരുന്നു അനൂപിനുണ്ടായിരുന്നേ. വീണ്ടും വീണ്ടും അമ്മയിലേക്ക് അവൻ സ്ഫോടനം നിറയൊഴിച്ചു. അമ്മയാവട്ടെ അത് മുഴുവനും സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. അവസാനം രണ്ടുപേരും വീണ്ടും കിതപ്പോടെ അവിടെ അല്പസമയം കിടന്നു. മോനോട് നന്ദിയുള്ളതുപോലെ നോക്കി ആ സ്ത്രീ അമ്മയോട് നിറഞ്ഞ ആവേശത്തോടെ അവൻ വീണ്ടും ചുംബിച്ചു. മതിയായോ എൻ്റെ അമ്മയ്ക്ക്? മതിയായിട്ടൊന്നുമില്ല. ഇന്നത്തെ പോലെ നാളെയും വേണം, മറ്റന്നാളും, ഇനി എന്നും അങ്ങോട്ട്. എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനമാ ഇനി നിനക്ക്. അച്ഛനോ ഇവിടെ ഇല്ല. നമുക്കിനി ഒരു കുഞ്ഞും ഉണ്ടാവാൻ പോകുന്നു. ആ കുഞ്ഞിൻ്റെ ജന്മത്തോടെ നിന്റെ അച്ഛന് നല്ലൊരു ജീവിതം കിട്ടിയാൽ, അദ്ദേഹത്തിന് ആയുസ് കിട്ടിയാൽ നല്ല കാര്യം. നമുക്കതല്ലേ ചെയ്യാൻ പറ്റൂ. അമ്മയെ പൊന്നുമോൻ ഒരിക്കലും ഉപേക്ഷിക്കില്ലല്ലോ, അല്ലേ? ഒരിക്കലും ഇല്ല. ഇനി എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ല. എൻ്റെ അമ്മയും ഇനി നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞും മാത്രമാവും എൻ്റെ ജീവിതത്തിലുള്ളത്. ആ 24 വയസ്സുകാരൻ്റെ തീരുമാനം അത്രയ്ക്ക് ഉറച്ചതായിരുന്നു. അവൻ്റെ ആ സ്നേഹത്തിന് മുന്നിൽ ആതിര കീഴടങ്ങിപ്പോയി. അമ്മയെ ഇങ്ങനെ സ്നേഹിക്കാൻ ആൺമക്കൾക്ക് കഴിയുമോ എന്ന് അത്ഭുതമായിരുന്നു. പിന്നീടുള്ള ജീവിതത്തിൽ അവൻ ഓരോ ദിവസവും ആതിരയ്ക്ക് കാണിച്ചു കൊടുത്തിരുന്നത്. അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. 1-ാം മാസം തന്നെ അമ്മയ്ക്ക് മനസ്സിലായി, അതെ, തൻ്റെ മകന്റെ ജീവൻ ഉദരത്തിൽ നാമ്പെടുത്തിരിക്കുന്നു. നാണത്തോടെ വന്ന് അനൂപിനോട് ആ സന്തോഷ വാർത്ത പറയുമ്പോൾ അവൻ ജീവിതത്തിൽ ഇത്രയധികം സന്തോഷ നിമിഷം വേറെ ഉണ്ടാവില്ല. ഒരുപാട് കാലം ആ അമ്മയും മകനും പിന്നീട് സുഖമായി ജീവിച്ചിട്ടോ. സ്വന്തം മോന്റെ കുഞ്ഞിനെ പ്രസവിച്ച് അവന്റെ ഭാര്യയെ കഴിയാൻ പറ്റിയ ആ അമ്മയുടെയും ഒരു ഭാഗ്യമല്ലേ. കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. ടെലിഗ്രാമിൽ ഫുൾ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടേക്കാം, നേരെ ജോയിൻ ചെയ്തേക്കണേ. ഇതിലും സൂപ്പർ കഥയുമായി അടുത്ത പ്രാവശ്യം നിങ്ങളുടെ മെർലിൻ വീണ്ടും വരും. ബൈ ബൈ ഡിയേഴ്സ്.